ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ചെറുക്കന് വയറും നിറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നാലേ അവൻ നമ്മളെ യാത്ര കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ നല്ല അടിപൊളി പാട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. നമ്മളെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ചേട്ടന് നമ്മുടെ 1000 തയ്ക്കാനുള്ള പാടുകടലിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഓൾമോസ്റ്റ് സെറ്റായി നമ്മളിതാ പമ്പിൽ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് യാത്ര പോകുന്നത് നേരെ കോയമ്പത്തൂർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏത് റൂട്ട് പിടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് നമ്മൾ കൊട്ടാരക്കര ടൗണിലോട്ട് എത്തിയപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു. അപ്പോൾ തന്നെ നമ്മൾ മാപ്പ് എടുത്തു, സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ 2 റൂട്ടാണ് കാണിക്കുന്നത്. ഒന്ന് നമുക്ക് തൃശ്ശൂർ വഴി നമുക്ക് കോയമ്പത്തൂർ പോകുന്ന വഴിയും, പിന്നെ നമ്മൾ സ്ഥിരം നമ്മുടെ ഫേവറേറ്റ് റൂട്ട് കേട്ടോ, അതായത് തെങ്കാശി, തെമ്മല, അതുപോലെ കുറ്റാലം, തെങ്കാശി, രാജപാളയം, അതുപോലെ മധുര, ആ റൂട്ട്. അപ്പോൾ ഞാൻ സ്ഥിരം എടുക്കാറുള്ള ആ റൂട്ടാണ്. അപ്പോൾ ഇന്നും ഞാൻ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു ചേഞ്ച് ഒന്നും വേണ്ട. കാരണം കുറച്ച് ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നേരെ വെളുക്കും. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ കൊച്ചിയിലോട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ, നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ 13 കണ്ണറ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ഇവിടുന്നാണ്. ഇവിടുന്ന് നേരെ കുറച്ച് ദൂരം കഴിഞ്ഞാൽ തന്നെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലെത്തും. നേരെ ഇങ്ങനെ പരപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ, അടിപൊളി. നമ്മുടെ വണ്ടിയിൽ ആൾറെഡി നമ്മളൊരു ഓക്സിലറി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോറിക്കാരെ വരെ കരയ്ക്കാൻ പ്രാപ്തിയുള്ള ലൈറ്റാണ് കേട്ടോ സംഭവം. നമുക്ക് ഇതിനകത്ത് വേറെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ നമുക്ക് അതിശക്തമായ ലൈറ്റുകളാണ്. എല്ലാ ലോറിയും ഒരു 100 ലോറി നമുക്കെതിരെ വന്നാൽ 100 എണ്ണം റൈറ്റിലാണ് വരിക. അവരൊരിക്കലും ഡിമാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവർ ഇച്ചിരി കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. നമുക്കല്ലെങ്കിൽ നമുക്ക് റോഡ് കാണാൻ പറ്റത്തില്ല. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞ് നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിനും അടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മളെ മൈൻഡ് ഇങ്ങനെ, നമ്മൾ ഈ കേരളം വിട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പറക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വേറെ ഔട്ട് ഓഫ് ദ വേൾഡ് ഒരു ബോക്സ്, നമ്മൾ എന്തൊക്കെയോ വിട്ടു വിരിഞ്ഞ് പോകുന്ന പോലെ ഒരു ഫീല് നമുക്ക് മൈൻഡിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ആരും ഇല്ല എന്നൊക്കെ ഉള്ളൊരു ഫീലൊക്കെ നമുക്ക് വരും കേട്ടോ. നമ്മൾ കേരളം വിട്ടു പോകുമ്പോൾ ഉള്ളൊരു ഫീൽ അങ്ങനെയാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആൾക്കാർ ചുറ്റുപാടോ ഒന്നുമല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ആനവണ്ടി, നമ്മുടെ ലാസ്റ്റ് ബസ് ഇവിടുന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. കേരള തമിഴ്നാട് കോയമ്പത്തൂർ ബസ്സാണ്. അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ എന്തായാലും ഇച്ചിരി ഇറങ്ങാൻ തീരുമാനിച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു കേരള ഫീൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചെറുക്കൻ ഒരേ പൊളിയാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 KSRTC താഴെ പറഞ്ഞ കേരളത്തിലോട്ട് വരാൻ കാത്ത് കിടക്കുക കേട്ടോ. അവർ ചെറിയൊരു മീറ്റപ്പൊക്കെ കണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പറഞ്ഞതാ, ഒരാൾ തമിഴ്നാട്ടിലോട്ടും ഒരാൾ കേരളത്തിലോട്ടും പോവാണ്. അപ്പോൾ നമ്മുടെ വലത് സൈഡിൽ പോലീസിൻ്റെ ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫുള്ള് നമ്മൾ തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു സ്മെല്ലും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവരുടെ ഈ കടയിൽ കത്തിച്ചെങ്കിൽ ചന്ദനത്തിൻ്റെ സ്മെല്ല്, അത് ഫുള്ള് നമുക്ക് അവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ തന്നെ നമ്മളെ കിളി പാറും കേട്ടോ. കാരണം വെച്ചാൽ അപ്പോഴേ നമ്മളെ മൈൻഡ് വേറൊരു സ്ഥലത്തെത്തിയെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം കൂടെ നമ്മൾ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മൾ എന്തായാലും ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നല്ല പണി കിട്ടും റൈഡിനൊക്കെ പോകുമ്പോൾ. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എണ്ണപ്പലഹാരം എല്ലാം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പരിപ്പുവട, അതേപോലെ ഉഴുന്നുവട, അങ്ങനെ അവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് ഉപ്മാവാണ് എടുത്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് അതായത് നാടൻ ഇച്ചിരിയേ ഉള്ളൂ. ഒരു വാഴയിലേക്കകത്താണ് അവർ തരുന്നത്. 10 രൂപ ഉള്ളൂ കേട്ടോ ഒരു പ്ലേറ്റിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ ഒരേ പൊളിയാണ്. അങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കുഞ്ഞൊരു പച്ച ജീപ്പ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ. വേറെ നല്ല നമ്മുടെ തമിഴ്നാട്ടിലെ RTO ആണ്, നമ്മുടെ MVD പോലത്തെ അവിടുത്തെ RTOയുടെ വണ്ടിയാണിത്. അപ്പോൾ നമ്മളവർ സൈഡിൽ കൂടെ നൈസിന് ഒരേ പൊളിച്ച് കയറി വന്നിട്ടുണ്ട്. പക്ഷേ അധിക ദൂരം നമുക്കങ്ങനെ പൊളിക്കാൻ പറ്റില്ല. കുറച്ച് മുന്നേറ്റം തന്നെ കുറേ കാളക്കുട്ടന്മാർ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പണി തന്നു. ഒരു രക്ഷയില്ല. ഇവിടെ എത്ര ധൂമചാല കളിച്ചാലും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ബാക്കിലാണെങ്കിൽ കിട്ടില്ല മലനിരകളൊക്കെയാണ് കേട്ടോ. നല്ല ക്ലൗഡിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഒട്ടും നല്ല സുഖമുള്ള ക്ലൈമറ്റ് അല്ല. നല്ല പൊള്ളുന്ന ചൂടെന്ന് വെച്ചാൽ പൊള്ളുന്ന ചൂടാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മുടെ റൈഡിൽ. പിന്നെ ഞാൻ ഇന്നത്തെ റൈഡിൽ നമ്മൾ എടുക്കാൻ മറന്ന ഒരേ ഒരു സാധനം ഇയർ പ്ലഗ് ആണ് കേട്ടോ. ഇയർ പ്ലഗ് മസ്റ്റാണ് നമ്മൾ റൈഡ് പോകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഈ കാറ്റടിച്ച് നമ്മുടെ തല വല്ലാത്തൊരു വൈബ്രേഷനിലോട്ട് എത്തും. നമുക്കത് ഭയങ്കര, നമ്മുടെ ഇയർ ഡ്രമ്മിന് വരെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഈ ഇയർ പ്ലഗ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കേൾവി ശക്തി തന്നെ സ്ഥിരം റൈഡ് പോകുന്നവർക്കൊക്കെ കാറ്റടിച്ച് തന്നെ നമ്മുടെ ഇയർ ഡ്രമ്മിന് കേൾവി ശക്തി കുറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ പക്ഷേ അതിന് പകരം നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ ആയാലും കുറച്ച് കോട്ടൺ ആയാലും കുത്തിത്തിരികി വെച്ചാലും മതി നമുക്ക് ഇയർ പ്ലഗിന് പകരം. അങ്ങനെ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കാളക്കുട്ടന്മാരൊക്കെ ഓൾമോസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മുടെ അവസാനം പോയ കാളക്കുട്ടൻ്റെ കുണ്ടി താണ്ട് ആ ചേട്ടൻ ലൂണെ പോയ ചേട്ടൻ അടിച്ച് പൊളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് നൈസിനെടുത്തു. ചെറിയൊരു ബ്ലോക്കൊക്കെ ഇവിടെ ഉണ്ടാക്കി ആൾറെഡി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ എല്ലാം പോകുന്ന സെയിം ഹൈവേ തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഹൈവേ ആണ്. ഇവിടെ വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല.
അതിൻ്റെ നടുക്കെല്ലാം അതിമനോഹരമായ റോസ് കളറിലെ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കൃത്യസമയത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ റൂട്ടിൽ പോയപ്പോഴും ഇതേപോലെ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത ഹൈവേ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ ക്രോസിംഗ് ഒന്നുമില്ല. അതേപോലെ നമ്മൾക്ക് എതിരെ അധികം അങ്ങനെ വണ്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തപ്പം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഹൈവേയിൽ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സേഫായിട്ട് വണ്ടി ഓടിച്ചു പോകുക. ഹൈവേയിലാണെങ്കിൽ നമ്മുടെ ലിമിറ്റ്സിൽ തന്നെ വണ്ടി ഓടിക്കുക. നമ്മുടെ മനസ്സിൽ മൊത്തം ട്രാക്കിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് കോയമ്പത്തൂർ പോകുന്നത് തന്നെ നമ്മൾ യമഹയുടെ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കരി മോട്ടോർ സ്പീഡ് വേയിലാണ് നമ്മൾ ഇന്ന് ട്രാക്കിൽ നമ്മുടെ ബൈക്ക് തന്നെ ഇറക്കാൻ പോവാണ്, ഫുൾ സ്യൂട്ടൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി എനിക്ക് ട്രാക്കിലെ ലൈസൻസ് ഉള്ളതാണ്. നമ്മൾ TVSൻ്റെ ട്രാക്ക് റൈഡിംഗ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. അത് ഇവിടെയല്ല, നമ്മൾ ചെന്നൈയിലെ MMRTയിലാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാക്ക്. അത് കഴിഞ്ഞിട്ട് ബുദ്ധാണ്. ബുദ്ധിൽ പക്ഷേ പ്രൈവറ്റ് ആക്സസ് അങ്ങനെ വളരെ കുറവാണ്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ നമുക്കൊരു ടീമിനെ കിട്ടി കേട്ടോ. അവരും നമ്മുടെ കൂട്ട് സെയിം നമ്മുടെ ട്രാക്ക് ഈവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവരാണ്. അതെനിക്ക് അവരുടെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഓൾമോസ്റ്റ് ഒരു 5-6 ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള റൈഡ് ഒരേ വൈബായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു ഉറക്കോ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും വിടത്തില്ല, അവരുടെ കൂടെ തന്നെ പിടിച്ചാണോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ആ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നമ്മൾ അതേ വൈബിൽ അങ്ങ് പോകും കേട്ടോ. നമ്മളെ ക്ഷീണവും ഇതൊന്നും അറിയത്തില്ല. അവർ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടേതായ ലോകത്തോട്ട് പറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിടാതെ അവർ നല്ല അടിപൊളിയായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഡെക്കോറും കീപ്പ് ചെയ്ത് നമ്മൾ അവരുടെ പുറകെ തന്നെ പോയി, ഓവർടേക്ക് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്ഥലങ്ങൾ പാസ് ചെയ്ത് പോയതേ അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ വളരെ വേഗം തന്നെ നമ്മൾ ഏകദേശം കോയമ്പത്തൂരോട് അടുത്തെത്താറായി. അങ്ങനെ തന്നെ നമ്മൾ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. നമ്മുടെ കോയമ്പത്തൂർ പട്ടണത്തിലോട്ട് എത്താറായി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കോയമ്പത്തൂർ പട്ടണത്തിലോട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിലെ പാസ് ചെയ്തിട്ടുണ്ട് കുറേ തവണ, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നമ്മൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ എന്തായാലും കിടിലൻ ഡേ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ 2-3 എക്സൈറ്റ്മെൻറ്റിലാണ്. ഒന്ന് നമ്മുടെ ട്രാക്ക് ഡേ, രണ്ടാമത് നമുക്കിന്ന് ഇവിടെ കുറേ കിട്ടിൽ ഈവൻറ്റ്സുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചെന്നൈയുടെ കുറേ മഞ്ഞ കളറിലെ ഓട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടോ? കൊള്ളാലോ. ഓട്ടോകളും ബൈക്കും ബസ്സും മാത്രമല്ല കേട്ടോ, നമ്മുടെ ടർണിങ് മണികളും മാറ്റമുണ്ട്. ഇവിടെ ഇതാ ചെന്നൈ പൊമ്പളകൾ കുറച്ച് ഡിഫറൻറ്റുമാണ്, അതേപോലെ പെശകുമാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കിക്കണ്ട് വേണം എടുത്ത് ചാടാൻ. ഇനിയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥ ആരംഭിക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ചെന്നൈയിലെ സ്റ്റേയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ബൈ താമരയുടെ കിടിലം ഒരു 5 സ്റ്റാർ മൾട്ടി കുസിൻ ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ആൾറെഡി സ്റ്റേയും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് സെക്യൂരിറ്റി ചേട്ടനും അതേപോലെ നമ്മൾ അവിടുന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർക്ക് ഡൗട്ട് അടിച്ച് കേട്ടോ നമ്മളിവിടെ സ്റ്റേക്ക് വന്നതാണ്. കാരണം ഇവിടെ അങ്ങനെ ബൈക്ക് യൂഷ്വലി കസ്റ്റമേഴ്സ് അങ്ങനെ വരാറില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ചേട്ടൻ ആദ്യം ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. നമ്മുടെ അപ്പോഴത്തെ അകത്ത് നമ്മുടെ ഓഫീസിൽ നിന്ന് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു ചേട്ടൻ വന്നു നമ്മളെ വെൽക്കം ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ പാർക്കിംഗ് ലോട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നേരെ നമ്മൾ പാർക്കിങ്ങിലെത്തി. ഇവിടെ ആൾറെഡി ഫുൾ കാറുകളാണ് കേട്ടോ. അപ്പം ബൈക്കിനുള്ള സ്പേസും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ബൈക്കിൽ വരാറ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നു നമ്മളിതാ ഫ്രണ്ട് ഓഫീസിലെത്തി. അങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ എല്ലാ ടീമും റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൾറെഡി ഒരു മലയാളിയെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഈ നിൽക്കുന്നത് ഷെറിനാണ്. ഷെറിൻ മലയാളിയാണ്, തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പോൾ ഞാൻ ആൾറെഡി നമ്മുടെ റിവ്യൂവിലെല്ലാം ഷെറിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലേമർഡിയിൽ നിന്ന് ബൈ താമരയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. നമ്മളെ റൂമിലേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ നമ്മൾ കൂടെ വിട്ടിട്ടുണ്ട്. നമ്മൾ നേരെ കാണുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഓക്കേഫ് ആണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, 5 സ്റ്റാർ മൾട്ടി കുഷിൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റൂമിലോട്ട് പോകാം. അപ്പം നമ്മുടെ 2nd ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ റൂമും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറി നമ്മുടെ റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഫുൾ ടൂറും ഡീറ്റെയിൽസും ഇവിടുത്തെ പരിപാടികളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിലായിരിക്കും വരുന്നത്. കാരണം നമ്മൾ വീഡിയോ ഒന്നും അധികം അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും കേട്ടോ ഇടുക. അങ്ങനെ നമ്മൾ റൂമിലെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തു. നമ്മുടെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് കിടിലമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ തന്നെ നേരെ നമ്മുടെ കൈ പോയത് അവിടെ നിന്ന് ബോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വോഡ്ക്കയാണെന്നാണ്, പക്ഷേ വോഡ്ക്കയല്ല, സാധനം വെള്ളമാണ്. നമ്മുടെ റൂമിലെത്തി കേട്ടോ. ഇതെന്താ അതിൻ്റെ സിപ്പ് റെസ്പോൺസിബിളി എന്ന് എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചേ വോഡ്ക്കയായിരിക്കും. വായിച്ചു നോക്കാൻ സമയം കിട്ടില്ല, ഇത് അയച്ചിട്ട് വയ്യ. പറയാൻ വീണ ആ കാലം ഉണ്ടാവും. ഇന്നൊന്നും നോക്കിയില്ല, അപ്പം തന്നെ പൊട്ടിച്ച് നമ്മൾ 2 കവള് വെള്ളം കുടിച്ചോട്ടോ. നല്ല ക്ഷീണമായിരുന്നു, കാരണം നല്ല ചൂടാണ് ചെന്നൈയിൽ.
അങ്ങനെ നമ്മളെ കിഡിൽ അടിപൊളി സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മളെല്ലാം പാക്ക് ചെയ്തു. ലാസ്റ്റിരുന്ന ബോട്ടിൽ നമ്മൾ പൊട്ടിച്ച് നമ്മുടെ ബോട്ടിലോട്ടാക്കി. കുറച്ച് വെള്ളം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഫൈനലി വിട പറയുകയാണ് നമ്മളെ സ്റ്റേയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാനുള്ള നേരെ ട്രാക്കിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാക്ക് ഡേ ആണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒന്നും കൂടെ കബോർഡും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. നമ്മുടെ ബെഡൊക്കെ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തു. നമ്മളിതാ റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ റൂമിനോടൊക്കെ വിട പറഞ്ഞ് ആ ഇടനാഴികളിലൂടെ നടന്ന് അങ്ങനെ ഫൈനലി നമ്മൾ ലോബിയിലെത്തി. നമ്മുടെ ചെക്കൗട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ കാർഡും കീയും എല്ലാം സബ്മിറ്റ് ചെയ്തു. അതേപോലെ അവർ നമ്മുടെ ഇന്ന് നല്ലൊരു റിവ്യൂവും റേറ്റിംഗും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് റിവ്യൂവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ ഇന്നലത്തെ സ്പായിൽ അരുൺ ചേട്ടനായാലും നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ ഷെറിനായാലും അതേപോലെ പ്രത്യേകിച്ച് നമ്മുടെ കഫേയിൽ നമ്മൾ ഇന്നൊക്കെ രാവിലെ നമുക്ക് ഇന്ന് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നെ പ്രിയങ്ക ആയാലും എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി ഇന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ ട്രാക്ക് ഡേ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ബേസ്മെൻറ്റിലെത്തി. നമ്മുടെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വാമപ്പൊക്കെ ചെയ്ത് മാപ്പെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് 10:15 അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ എത്തുന്നത് 10:21 കാണിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരേ പുളിയായിരുന്നു. നമ്മൾ ഒരേ പറപ്പിക്കലായിരുന്നു കോയമ്പത്തൂരിലെ ഇടനാഴികളിലൂടെ നമ്മൾ 100-120 ഒരേ വിടലായിരുന്നു കേട്ടോ. നമ്മൾ 10:15 തന്നെ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ട്രാക്കിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റി. വളരെ സേഫായിട്ടാണ് കേട്ടോ. അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നും പറഞ്ഞാൽ ആരും ഇതുപോലെ ഒന്നും ഡ്രൈവ് ചെയ്യല്. എല്ലാം സേഫായിട്ട് തന്നെ അവരവരുടെ ലിമിറ്റിൽ തന്നെ ഓടിക്കാൻ ശ്രമിക്കുക. ഓരോരോ ലിമിറ്റ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പറ്റാത്ത ലിമിറ്റിൽ നിങ്ങൾ ഓടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ തൈന്ന് പോകും. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കരി മോട്ടോർ സ്പീഡ് വേ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ട്രാക്ക്. അപ്പോൾ ഇന്ത്യയിൽ ആകെ 3 ട്രാക്കുകളേ ഉള്ളൂ. ഒന്ന് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ട്, രണ്ടാമത്തെ നമ്മൾ പോയിട്ടുള്ളതാണ് MMRT മദ്രാസിലെ ചെന്നൈയിലുള്ളത്, അതല്ലേ മൂന്നാമത്തത് കരി മോട്ടോർ സ്പീഡ് വേ. അപ്പം ഇത് രണ്ടുമാണ് നമുക്ക് നോർമലി പീപ്പിൾസിന് അക്സസിബിൾ ആയിട്ടുള്ള ട്രാക്കുകൾ, കരിയും അതുപോലെ MMRT കുറച്ച് വലിയ ട്രാക്കാണ്. അവിടെ ഓൾറെഡി നമ്മൾ പോയിട്ടുള്ളതും ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കരിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫുൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾറെഡി ഫ്രണ്ടിൽ കാണുന്ന ചെറിയ ഗോകാർട്ടിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ ട്രാക്കൊക്കെ ഇനി വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഫുൾ ചെന്നൈ വണ്ടികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റ വണ്ടി പോലെ എനിക്കിപ്പോൾ കാണാൻ സാധിച്ചില്ല, പക്ഷേ വേറെ വണ്ടികളൊക്കെ ഓൾറെഡി മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ തണലത്ത് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നേരെ നമ്മൾ ഗ്ലൗസൊക്കെ ഊരി അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് പോയി അവിടെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായത്, നമുക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് പണി പാളി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പക്ഷേ നമുക്ക് ഒരു ഡെലിവറി ബോയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കേസേ അല്ല. അതുകൊണ്ട് നമ്മൾ ഒട്ടും പതറിയില്ല. നമ്മൾ വണ്ടി ഉന്തി തള്ളിയിട്ടാണെങ്കിൽ നമ്മൾ പിറ്റ് ലൈനിൽ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോൾ തന്നെ അത്യാവശ്യം മെഹയുടെ ഒരു നല്ല ടീമും മെക്കാനിക്കും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ നമ്മുടെ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ വണ്ടിയെക്കുറിച്ച് എനിക്ക് നല്ല വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം കറക്റ്റായിട്ട് എന്തോ പ്രശ്നം പറ്റിയെന്നുള്ളത്. നമ്മുടെ ബാറ്ററിയുടെ മൗണ്ട് ഒന്നെങ്കിൽ ലൂസ് ആയതായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂസ് പോയതായിരിക്കും. അപ്പം സൂക്ഷം പോലെ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർ വന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ബാറ്ററി ലൂസായി കിടന്നാണ്. അങ്ങനെ അത് കണക്ട് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഫൈനലി സ്റ്റാർട്ടായി കേട്ടോ. വീണ്ടും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് തിരിച്ചെത്തി. അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് വണ്ടിയുടെ ഒരു റിപ്പോർട്ട്, ഒരു സർവീസ് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ ഫുള്ളായിട്ട് നമുക്ക് ഇന്നൊരു ഓയിൽ ചേഞ്ച്, പുതിയ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് ആ മണ്ടത്തരം മനസ്സിലായത്, ഓയിൽ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത്. കാരണം വെച്ചാൽ നല്ല പെർഫോമൻസിലാണ് ഞാൻ ലാസ്റ്റ് ഓയിൽ ഉപയോഗിച്ച് ഏകദേശം ഒരു 500 കിലോമീറ്ററിനകത്ത് നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു അത്രയെങ്കിലും ഓടി ഒന്ന് ഇതായ ഒരു ഓയിൽ വേണം നമ്മൾ ട്രാക്കിൽ യൂസ് ചെയ്യാൻ. പുതിയൊരു ഓയിൽ ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ഓയിൽ ഒന്ന് ലിവറേജിലെത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുമെന്ന് എനിക്ക് പിന്നെ നല്ല രീതിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സും എല്ലാം കവർ ചെയ്തു. അതിൽ ഇൻഡിക്കേറ്ററും അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് എല്ലാ ലൈറ്റും കാര്യങ്ങളെല്ലാം അവർ റാപ്പ് ചെയ്തെടുക്കും. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റോ ക്രാഷോ ഇൻ കേസ് ഉണ്ടാവുകയാണെങ്കിൽ ട്രാക്കിൽ ഈ ഗ്ലാസ് പാർട്ടിക്കിൾസ് പറന്നു പോകാതിരിക്കാനും, അതേപോലെ നമ്മൾ ഗ്ലാസ് മിററിലോട്ട് ബാക്ക് റിയർ വ്യൂ മിററും കാര്യങ്ങളൊന്നും നമ്മൾ ട്രാക്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷനെ നമ്മളെ ബാധിക്കുന്നതാണ്. അത് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. ട്രാക്കിൽ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ മുന്നോട്ടെന്നുള്ള ലക്ഷ്യത്തിൽ ഒറ്റ ഒരു പോക്കാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. അതാണ് ട്രാക്കിൻ്റെ റൂൾ. അങ്ങനെ ഓയിൽ ചേഞ്ച് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബൈക്കിൽ നിന്ന് ഒരു ചേട്ടൻ തള്ളി പിറ്റ് ലൈനിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ ബൈക്കും ആ കൂട്ടത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വേറെ നല്ല നമ്മൾ നേരെ പോയി ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്യാനുണ്ട്. ഇവിടെ കുറേ യമഹയുടെ പുതിയ മോഡൽസ് ബൈക്കുകൾ, അതേപോലെ യമഹയുടെ സ്റ്റോള്, അങ്ങനെ കുറേ കിഡിലെ ഈവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് വന്നിട്ട് പരിചയപ്പെടാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓയിൽ, RS4 GP എന്ന് പറയുന്നത് 1500 MRP ഉള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ
ഫസ്റ്റിൽ നമുക്ക് തന്നെ ലോബിയിലെത്തി നമ്മൾ ഇതാ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതാ ഇവിടെ ആൾറെഡി താഴെ നമ്മുടെ ട്രാക്കിൽ കുറച്ച് ബൈക്കുകളൊക്കെ ഇതാ അടുത്ത സെഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായി നിൽപ്പുണ്ട്. അതേപോലെ നമ്മുടെ ട്രാക്കും വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു കിഡിലൊരു ഈവൻ്റ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലും ഹാപ്പിനെസ്സും നമുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എല്ലാ ഒരു ഈവൻറ്റ് നമ്മൾ ലാസ്റ്റ് അറ്റൻഡ് ചെയ്തത് നമ്മുടെ MotoGP കേട്ടോ, ഇന്ത്യയിലെ MotoGP. അപ്പോൾ അത് അടിപൊളി ഈവൻ്റാണ്. ഇതുപോലെ ഈവൻ്റൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഫീലും ഒന്നും വേറെ ഒരു ലഹരിക്കും കിട്ടത്തില്ല കേട്ടോ, തരാൻ പറ്റത്തില്ല. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ട്രാക്ക് ഡേക്ക് നമ്മൾ ട്രാക്കിൽ ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു സെഷൻ ഉണ്ട്. നമ്മുടെ ട്രാക്ക് പരിചയപ്പെടുത്തി തരും, അതേപോലെ കോർണേഴ്സ് പരിചയപ്പെടുത്തി തരും. നോർമലി നമുക്ക് ട്രാക്കിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ റേസിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ട്രാക്കിൽ ഓടിക്കാനുള്ള അനുവാദമുള്ളൂ. പക്ഷേ യമഹ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഈവൻ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ലൈസൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അല്ലാത്തവർക്ക് നമുക്ക് ട്രാക്കിൽ റൈഡ് ചെയ്യാം. പക്ഷേ സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ അത് ഫുൾ സ്യൂട്ടിൽ അതേപോലെ അവരുടെ എല്ലാ ഗൈഡ് ലൈൻസ് മീറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ട്രാക്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതും എല്ലാം ഫുൾ എന്തൊക്കെയാണെങ്കിലും ഫുൾ സോൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ട്രാക്കിൽ വണ്ടി ഓടിക്കാൻ. അങ്ങനെ നമ്മൾ ഈ 40 ഡിഗ്രി ചൂടിൽ നമ്മുടെ ഹെൽമെറ്റും ഫുൾ ലെതർ ജാക്കറ്റും ഗ്ലൗസും അതേപോലെ ഇന്നേഴ്സും എല്ലാം ഇട്ട് നമ്മൾ ഫുൾ സ്യൂട്ടിൽ നമ്മുടെ ബൈക്കിലോട്ട് നമ്മൾ ലൈനപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ആൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 118 കേട്ടോ നമുക്ക് ബൈക്കിന് തന്ന നമ്പർ. നമ്മുടെ ബൈക്കിനെല്ലാം ആൾറെഡി ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അതാ നമ്മൾ പിറ്റ് ലൈനിൽ നിർത്തി വെറുതെ ഇങ്ങനെ ഇറപ്പിച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോ ഒന്നുമല്ല, നമ്മുടെ വണ്ടി ഒന്ന് വാമപ്പ് ചെയ്താണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വണ്ടി സത്യം പറഞ്ഞാൽ ട്രാക്കിൽ ഇറക്കാനുള്ള ഒരു കണ്ടീഷനിലൊന്നും അല്ല, എന്നാലും ഏകദേശം ഒരു 40% കണ്ടീഷനുള്ളൂ. നമ്മുടെ എഞ്ചിൻ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ MMRTന്ന് വന്നതിന് ശേഷം എഞ്ചിൻ കംപ്ലൈൻ്റ് ആയി നമ്മൾ റീസെറ്റ് ചെയ്ത് ഇപ്പോഴാണ് വീണ്ടും നമ്മൾ സെക്കൻഡ് ടൈം ഈ ഒരു ടൈമിലാണ് ഈ ട്രാക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ബൈക്ക് യൂസ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചട്ടിയിലിട്ട് മുട്ട വരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് ഈ വെയിലത്ത് നിൽക്കാമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ റൈഡേഴ്സിനെയൊക്കെ സമ്മതിക്കും, ട്രാക്കിൽ സ്ഥിരം ഓടിക്കുന്നവർക്ക് അതേപോലെ ഈ പ്രൊഫഷണൽസൊക്കെ ഭയങ്കര ഒട്ടും നമ്മൾ ഈസി പുറത്തുനിന്ന് കാണുന്ന പോലൊരു ഈസി ആയിട്ടുള്ള ടാസ്കേ അല്ല. വളരെ കളർഫുൾ ആയിരിക്കും. അതിനുള്ള പെയിൻ ആ സൂട്ടിനകത്ത് അവർ അനുഭവിക്കുന്നുണ്ടാകും. അതേപോലെ നല്ല രീതിക്ക് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മളെ കണ്ണും തലയൊക്കെ കറങ്ങും. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. പിന്നെ വണ്ടിയുടെ ചൂട് അങ്ങനെ ആദ്യത്തെ 1-2 കോർണറൊക്കെ വളരെ മാന്യമായിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 3ാമത്തെ കോർണർ എത്തിയപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നമ്മുടെ പണിയാണ് തുടങ്ങി. നമ്മളിരുന്ന് ഒരേ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആൾറെഡി ഒരു ട്രാക്ക് ലൈസൻസ് എക്സ്പീരിയൻസ് കൊള്ളയാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ നല്ല രീതിക്ക് 2-3 വട്ടം നമുക്ക് ഇതിനകത്ത് പണി പാളിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊന്നും ഫുൾ പെർഫെക്റ്റ് കണ്ടീഷനൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ലിമിറ്റിൽ നിന്ന് തന്നെ പുഷ് ചെയ്യാൻ പാടുള്ളൂ. ഒരു മത്സരവും കാര്യങ്ങളൊന്നും അല്ല, നമ്മളെല്ലാം ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ സ്വന്തം ബൈക്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ലഹരിയും കിട്ടാത്ത ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ട്രാക്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ട്രാക്കിൽ ഓടിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും റോഡിൽ ട്രൈ ചെയ്യില്ല. അതല്ല റോഡിൽ ഒരു റൂൾസ് നമ്മൾ ട്രാക്കിൽ കൊണ്ടുവരാനോ ഫോളോ ചെയ്യാനോ പാടില്ല. ഇത് രണ്ടും തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കപ്പോൾ നല്ലൊരു ബൈക്ക് കൊണ്ട് നിങ്ങൾക്ക് നല്ല പുഷ് ചെയ്ത് ഓടിക്കണം. ആ ബൈക്കിൻ്റെ ഒരു ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ലൈഫിൽ എന്തോ ചെയ്തില്ലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രാക്കിൽ നിങ്ങൾ ആ വണ്ടി കൊണ്ടുവന്ന് ഏത് വണ്ടി ആയാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് റൈഡ് ചെയ്തിരിക്കണം. കാരണം ഇതേപോലെ ഒരു ഫീൽ നമുക്ക് ലോകത്ത് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. അതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ട്രാക്കിൽ ഓടിച്ചിട്ടുള്ളവർക്കറിയാം. നമുക്ക് ഇനിയും നിങ്ങൾ ഇതേപോലെ യമഹയുടെ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് യമഹയുടെ പേജ് ഫോളോ അല്ലെങ്കിൽ ഈ ട്രാക്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സെഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. റേസിംഗ് ഒന്നുമല്ല, നിങ്ങൾക്ക് ഫ്രീ ട്രാക്ക് നിങ്ങൾക്ക് റെൻ്റ് എടുത്ത് ഇത്ര മണിക്കൂറത്തേക്ക് നിങ്ങളുടെ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമ്മൾ ഈ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് തിരക്കിൽ എല്ലാത്തിലും നമ്മൾ മാക്സിമം എല്ലാ ഈവൻസിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുതന്നെയാണ് എൻ്റെ മെയിൻ കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയാണ്. അപ്പം അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ലെഷർ ടൈം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഹോബീസൊക്കെ നമ്മൾ മസ്റ്റായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു തന്നെയാണെന്ന് തോന്നുന്നു ബാക്കി കാര്യങ്ങൾ നമ്മുടെ ജോബ് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിന് ആ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്നും ജോലിക്ക് മാത്രം പോയി തിരിച്ചു വന്നിട്ടൊന്നും ഒരു അർത്ഥമില്ല കേട്ടോ. നമ്മുടെ ട്രാക്കിലെ ഫുൾ റോ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും നല്ലത്. നമ്മൾ ഏകദേശം 22 കിലോമീറ്റർ ട്രാക്കിൽ ഓടിച്ച് 1/2 മണിക്കൂറോളം നമ്മൾ ട്രാക്കിൽ ഓടിച്ച് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് പിറ്റ് ലൈനിലെത്തി വളരെ ശാന്തമായിട്ട്. പിറ്റ് ലൈനൊക്കെ എത്തിയപ്പോൾ വണ്ടി പറ്റുമ്പോൾ ഓൺ ആണെന്ന് പോലും നമുക്ക് സംശയമായിരുന്നു കേട്ടോ. വളരെ സ്മൂത്തായിട്ട് തിരിച്ച് വന്ന് നമ്മൾ നൈസായിട്ട് കുറേ നേരം അവിടെ നിന്ന് നല്ല രീതിക്ക് അങ്ങ് നിന്ന് കേട്ടോ. പക്ഷെ ആ ഒരു തരിപ്പുണ്ടല്ലോ, നമ്മൾ ആ കുറച്ച് നേരം വന്ന് നിന്നതിനാൽ പോലും നമ്മൾ ആ തലേന്ന് ആ ഒരു ഫീല് വിട്ടു പോകത്തില്ല. ആ ട്രാക്കിലൊക്കെ ഓടിച്ച് നമ്മൾ നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് റോഡിലോട്ട് ഇറങ്ങും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു അഡ്രിനാലിൻ ഹൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലഹരിക്കും കിട്ടത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ചിട്ടുള്ളൊരു ബൈക്ക് അല്ലെങ്കിൽ കാറ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിള്ളി പോകും. ഞാനങ്ങനെ കിള്ളി പറന്ന് കുറേ നേരം നമ്മുടെ ബൈക്കിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. ആ ഒരു ലെഷർ
ആ ഒരു ലെഷറോ പ്ലഷറോ എന്തായാലും ഫീൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ കുഞ്ഞൊരു യമഹയുടെ ട്രാക്ക് ഡേ ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ. കുറേ നാളായിട്ട് നമ്മൾ യാത്രയ്ക്ക് പോയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഒരു കൺസെപ്റ്റേ വീണ്ടും നമുക്ക് ഒരു റിഫ്രഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇതായാലും അടുത്ത യാത്രകളും കാര്യങ്ങളൊക്കെ പോകണമെന്നാണ് നമ്മുടെ പ്ലാൻ. പറയുന്ന ഒരു വെക്കേഷൻ ഫീൽ തന്നെയായിരുന്നു കേട്ടോ. റിലാക്സിങ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേയില് ഹോട്ടലിലെ ഓബൈ താമരയിലെ നമ്മുടെ സ്പായും എക്സ്പീരിയൻസും എല്ലാം അതെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടില്ല ഒരു റിജുവിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു റൈഡും അതേപോലെ ഒരു എക്സ്പീരിയൻസ് ഒരു വെക്കേഷനൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ അടിപൊളി വെക്കേഷൻ ആയിരുന്നു. റേസിങ്ങും അതേപോലെ സ്പായും ഫുഡടിയും യാത്രയും എല്ലാം ആയിട്ട് കിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ നിക്കിമോനെ മാത്രം നമ്മൾ മിസ് ചെയ്യുന്നുള്ളായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അവനെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൈഡിൽ അവനെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു റൈഡ് പോയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത റൈഡിൽ ഉടനെ തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. അതിൽ നമ്മൾ നിക്കിമോനെ കൂടെ നമ്മൾ റൈഡിൽ കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പൊളി വീഡിയോ ആയിട്ടാണ്. ബൈ.